മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ അതാണ്, മാ ഖത്ബുക് യാ സാമിരി, സാമിരി എന്താ നിന്റെ വിഷയം, നിന്റെ ഖത്ബ് പ്രശ്നം. അവിടെ സാമിരിൻ്റെ താടിക്കും പിടിച്ചില്ല, തലക്കും പിടിച്ചില്ല, ഇടിച്ചോ ഇല്ല, തൊഴിച്ചോ ഇല്ല. അപ്പം സാമിരിൻ്റെ പ്രതികരണം, ഖാല ബസുർതു ബിമാ ലം യബ്സുറൂ ബിഹി ഫഖബത്തു ഖബ്ദതൻ മിൻ അസരി റസൂൽ ഫനബത്തുഹാ വകദാലിക സവ്വലത് ലി നഫ്സി. സാമിരി എന്താ പറഞ്ഞത്? ബസുർത്തു, ബസുർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി, ഞാൻ കണ്ടു. ബിമാ ലം യബ്സുറൂ ബിഹി, ബസുർത്തു ബിമ യാതൊന്ന് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞാൻ നോക്കി യാതൊന്ന്. ലം യബ്സുറൂ ബിഹി, ആ യാതൊന്ന്, ഞാൻ കണ്ട യാതൊന്ന്, ലം യബ്സുറൂ അവർ കണ്ടിട്ടില്ല, ആളുകൾ കണ്ടിട്ടില്ല. അപ്പോൾ ആളുകൾ കണ്ടിട്ടില്ലാത്ത യാതൊന്ന് ബസുർത്തു ഞാൻ കണ്ടു, അല്ലെങ്കിൽ ആളുകൾ നോക്കിയിട്ടില്ലാത്ത ഒന്ന് ഞാൻ നോക്കി. ഇനി ഇവിടെ ബസൂറ ബി പ്രയോഗിച്ചപ്പോൾ അലിമ എന്ന അർത്ഥം ഉണ്ടായിന്. ബസുർത്തു ബിമാലം യബ്സുറൂ ബിഹി, അവരറിഞ്ഞിട്ടില്ലാത്ത ഒന്ന് ഞാൻ അറിഞ്ഞു. ഇതാരാ പറയുന്നത്? സാമിരിയാണ് പറയുന്നത്, സാമിരിയാണ് പറയുന്നത്. ഫഖബൽതു, അതിനാൽ ഖബൽതു, എന്താ ഖബൽതു? ഖബദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കുക. ഖബ്ദതൻ മിൻ അസരി റജുൽ, ഖബ്ദതൻ, ഖബ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടിക്കൽ, പിടിക്കൽ, ഒരു പിടി, ബിസ്മിൽ മറ, ഒരു പിടി. മിൻ അസരി റസൂൽ, റസൂലിൻ്റെ അസറിൽ നിന്ന്, അസറിൽ നിന്ന്. വിഷയം പറയുമ്പോഴാണ് അത് എന്താണെന്ന് ഉൾക്കൊള്ളാൻ. നമുക്ക് അതിൻ്റെ അർത്ഥം പറയാം. ഫനബദ്തുഹ, ഫനബദ്തുഹ, നബദ എന്ന് പറഞ്ഞാൽ അൽഖ, എറിഞ്ഞു, ഒഴിവാക്കി, വിട്ടേച്ചു. അൽഖ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. ഫനബദ്തുഹ, ഞാൻ ആ പിടുത്തം പിടിച്ചതിൽ പിന്നെ അതാണ് നബദ്തുഹ, ആ ഖബ്ദയെ ഞാൻ എറിഞ്ഞു, ഞാൻ ഇട്ടേച്ചു, എറിഞ്ഞു. വകദാലിക്, അത് പ്രകാരം, അതുപോലെ സവ്വലത് ലീ നഫ്സി, സവ്വലത് ലീ നഫ്സി, സവ്വലത് എന്ന് പറഞ്ഞാൽ സയ്യനത്, എനിക്ക് അലങ്കരിപ്പിച്ചു, എനിക്ക് ഭംഗിയാക്കി തന്നു. സവ്വലത് ലീ, എനിക്ക്, സയ്യനത് ലീ എന്നർത്ഥം, അലങ്കരിച്ചു തന്നു. നഫ്സി, എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സ് അപ്രകാരമാണ് എനിക്ക് തോന്നിപ്പിച്ചത്, ഭംഗിയാക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പിടിയെടുത്തു, ആ പിടി ഞാൻ എറിഞ്ഞു ഇട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ആ പറഞ്ഞത്? ആ പറഞ്ഞത് തഫ്സീറുകളിൽ, ഏറെക്കുറെ എല്ലാ തഫ്സീറുകളിലും പറഞ്ഞത്, ഈ സാമിരി അവർ കാണാത്തത് കണ്ടു എന്നാണ്. അപ്പോൾ അവർ കാണാത്തത് എന്താണ്? അപ്പോൾ ഇസ്രായേലി കഥകൾ എടുത്തിട്ടാണ് പല തഫ്സീറുകളിലും വിഷയമുള്ളത്. അപ്പോൾ ഈ റസൂൽ കൊണ്ട് ഉദ്ദേശം ജിബ്രീലാണ്. ജിബ്രീൽ എന്താണ്? കുതിരയുടെ രൂപത്തിലാണ്. അപ്പോൾ ജിബ്രീൽ പോകുന്നിടത്തൊക്കെ ഈ കാൽപാദങ്ങൾ, കാൽപാദം കുതിരയുടെ കാൽ അടയാളം ഉണ്ടല്ലോ, കാൽ കുത്തി അടയാളം, അവിടങ്ങളിലൊക്കെ പിന്നെ എന്താണ് ഈ സസ്യങ്ങൾ കിളിർക്കുന്നതായി, പിന്നെ ഈ ജിബ്രീൽ പിന്നെ പോകുന്ന വഴിയിൽ ഈ പിന്നെ കുതിരയുടെ കാലടിയേറ്റ് അവിടങ്ങളിലൊക്കെ സസ്യങ്ങൾ മുളക്കുന്നതായി, ഒരു അനുഗ്രഹം തട്ടുന്നതായിട്ട് ആര് കാണാണ്? ഈ സാമിരി കാണുകയാണ്. അപ്പോൾ ആ കുതിരയുടെ കാലടി പോകുന്നിടത്തു നിന്ന് ഒരു പിടി വാരിയിട്ട് ഫനബത്തുഹ എന്നാണ്. അതായത് ഈ ആളുകളുടെ ആഭരണങ്ങളുണ്ടല്ലോ, ആളുകൾ കൊണ്ടുവന്ന ആഭരണങ്ങൾ കൊണ്ടാണ് എന്തിനുണ്ടാക്കുന്നത്? കാളക്കുട്ടീനെ ഉണ്ടാക്കുന്നത്, കാളക്കുട്ടീനെ ഒറിജിനലിനെ ഉണ്ടാക്കുന്നത്. അതാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതിയില്ലേ, ആറാഫിലായത്തിൽ ഫത്തഖദ മൂസ, ഫത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം ഇജ്ലൻ ജസദൻ എന്നാണ്. ഖൗമു മൂസ മിൻ ബഅദിഹി, മൂസ തൂർ പർവ്വതത്തിലേക്ക് പോയതിൽ പിന്നെ ഉണ്ടാക്കി വാർത്തു, മിൻ ഹുലിയിഹിം, അവരുടെ ആഭരണങ്ങളിൽ നിന്ന് ഇജ്ലൻ ജസദൻ എന്നാണ്, ഒരു കാളക്കുട്ടിയെ. അപ്പോൾ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന അവിടെ ആഭരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ ആഭരണങ്ങൾ അവരൊക്കെ തീയിലിട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ അസറുർ റസൂലിൽ നിന്നൊരു ഖബള സാമിരി എടുത്തിട്ട് എന്ത് ചെയ്തു? സാമിരി അതിലേക്ക് ഇട്ടു. അത് അപ്പോഴാണ് അത് എന്തായത്? ഇത് പിന്നെ ഈ ഹുവാറുള്ള പിന്നെ ശബ്ദമുള്ള കാളക്കുട്ടിയായിട്ട് രൂപപ്പെട്ടത് എന്നാണ് അള്ളാഹിൻ്റെ പരീക്ഷണം, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം. അതാണ് ഫനബത്തുഹ, ഞാൻ ഈ ഖബളത്തെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഈ ആഭരണങ്ങളിലേക്ക് ഞാൻ എറിഞ്ഞു. നബത്തുഹ വകദാലിക സവ്വലത് ലീ നഫ്സി, ഇപ്രകാരം എനിക്ക് എൻ്റെ നഫ്സ് തോന്നിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്നാണ് സാമിരി പറഞ്ഞത്. അപ്പോൾ സാമിരിയോട് ചോദിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് സാമിരിയാണ് ഈ പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് ഹാദാ ഇലാഹുകും വ ഇലാഹു മൂസ ഫനസി എന്ന് പറഞ്ഞത്. ആഭരണങ്ങൾ കൊണ്ട് ഒരു കാളക്കുട്ടിയെ തീർത്ത്, ആ കാളക്കുട്ടി തീർക്കപ്പെട്ടപ്പോൾ അതിനെന്തുണ്ട്? കാളക്കുട്ടിയുടെ ശബ്ദമുണ്ട്, അത് മുക്കറിടുന്നുണ്ട്, കരയുന്നുണ്ട്.
എന്നിട്ട് സാമിരിയാണ് പറഞ്ഞത് ഹാദാ ഇലാഹുക്കും, ഇത് നിങ്ങളുടെ ഇലാഹാണ്, പടച്ചവനെ കുറിച്ച് കളവ്. വ ഇലാഹു മൂസ, അത് മൂസാൻ്റെ ഇലാഹുവാണ്, അത് മൂസാ നബിനെ കുറിച്ചുള്ള കളവ്. ഫനസി, പിന്നെ മൂസാനെ കുറിച്ചുള്ള കടുത്ത അപരാധം. എന്താ പറയണത്, ഇത് മൂസാൻ്റെ ഇലാഹുവാണ്, ഇതിനെ ഇവിടെ മറന്നു വെച്ചിട്ട് പൊയ്ക്കാണ്. എന്തിന്? അവിടെ തപ്പാൻ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? ഒന്നും അറിയാത്ത ആളാ. ഇത് മൂസാൻ്റെ ഇലാഹാണ്, നിങ്ങളുടെ ഇലാഹുവാണ്, ഇവിടെ ഇതിനെ മറന്നു വെച്ചിട്ട് സൈനായിലേക്ക് അല്ലെങ്കിൽ തൂറിലേക്ക് പോയിക്കാണ്, അവിടെ പോയിട്ട് തെരയാണ്. ഇപ്പം മുപ്പര് ആകെ വയന്ന് നടക്കുകയാണ്, ഇലാഹ് ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആളുകളെ കാളക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സാമിരിയാണ് ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഗൗരവത്തിൽ ചോദിക്കുകയാണ്, മാ ഖത്ബുക യാ സാമിരി. പിന്നെ അവിടെ ഹാറൂനോട് പ്രയോഗിച്ചതുപോലുള്ളതായ കായിക പ്രയോഗം അല്ലെങ്കിൽ പ്രയോഗം ആരോട് നടത്തിയില്ല? സാമിരിനോട് നടത്തിയില്ല. സാമിരിനെ വിചാരണ നടത്തിയിട്ട്. അതെന്തിനാ? അത് ചില കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. പക്ഷേ കൈപ്രയോഗം നടത്തിയില്ല, അത് ഹാറൂനെ നടത്തിയിട്ടുള്ളൂ. കാരണം എന്താ? അത് ഹാറൂനോട് നടത്തിയിട്ടേ കാര്യമുള്ളൂ, മറ്റോട് നടത്തിയിട്ട് കാര്യമല്ല. പിന്നെ കൂടുതൽ രംഗം വഷളാകുന്നിടത്തേക്കാണ് പോവുക.